ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം മുതൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. സ്നേഹമുള്ളവരെ, ഈശോയിലുള്ള ജീവനിൽ വളരുവാൻ, ഈശോ പ്രദാനം ചെയ്യുന്ന ജീവിതത്തിൽ ആഴപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു മാധ്യമമായി, മാർഗമായി ഈ വാക്യം ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ മുമ്പിൽ ഉയർത്തിത്തരുകയാണ്. ഈശോ പറയുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിലനിൽക്കുന്ന ജീവൻ നൽകുന്നത് എന്ന് ഈശോ പറയുകയാണ്. നിക്കോദെമോസിനോടുള്ള സംസാരത്തിൽ ഈശോ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും, ശരീരത്തിൽ നിന്ന് ജനിക്കുന്നത് ശരീരം, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആത്മാവിൽ ജനിക്കുന്നില്ല എങ്കിൽ നിലനിൽക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതവും ഈ ലോക ജീവിതത്തിൻ്റെ ക്ഷണികവും നശ്വരവുമായ നേട്ടങ്ങളും ഒന്നും നിലനിൽക്കുന്ന സൗഭാഗ്യങ്ങളോ നിലനിൽക്കുന്ന നന്മകളോ നമുക്ക് പ്രദാനം ചെയ്യുകയില്ല എന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ നാം ആഴത്തിൽ പതിപ്പിക്കേണ്ട ഒരു ആത്മീയ സത്യമാണ്. ഇന്ന് പലപ്പോഴും ദൈവവചന ശുശ്രൂഷകളും ദൈവവചന വ്യാഖ്യാനങ്ങളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും നൊവേനകളും ആത്മീയമായതെല്ലാം ഭൗതികവൽക്കരിക്കുന്ന ഒരു പ്രായോഗിക ഭൗതികവാദത്തിലേക്ക് വീണുപോകുന്ന ഒരു ആത്മീയ സംസ്കൃതിയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തും ഏതും മാനുഷികവും ഭൗതികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ധ്യാനിക്കാൻ പോകുന്നതും ധ്യാനം കൂടുന്നതും വചനപ്രഘോഷണ വേദികളിൽ പോകുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും എല്ലാം കേവലം ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ആയിത്തീർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈശോ പറയുകയാ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരമെന്ന് ഈശോ പറയുമ്പോൾ ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഈ ലോക ജീവിതമാണ്, മാനുഷികമായ ഭൗതിക മണ്ഡലത്തിലെ ഈ ജീവിതമാണ്. ഇത് ഒന്നിനും ഉപകരിക്കുന്നില്ല. പിന്നെ എന്താണ് ഉപകരിക്കുന്നത്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഈശോ പറയുക, എൻ്റെ വചനം അത് ആത്മാവും ജീവനുമാണ്. ഈശോ അരുളി ചെയ്ത ഈ വചനത്തിൽ ഈശോയുടെ പരിശുദ്ധാത്മാവുണ്ട്, ഈശോയുടെ ജീവനുണ്ട്. ഈ ഈശോയുടെ പരിശുദ്ധാത്മാവാകുന്ന നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഈശോ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, ശാഖകൾ ചെടിയോട് തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. പറയുക, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. നാം ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ മാത്രം, അഥവാ നാം ഈശോയിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയുടെ ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഈശോയുടെ സ്വഭാവ സവിശേഷതകളാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് ഈശോ പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്നുവെച്ചാൽ ഈശോയുടെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഈശോയുടെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ
നമ്മുടെ ജീവിതത്തെ ഈശോ വിശുദ്ധീകരിച്ച് ഈശോയുടെ പരിശുദ്ധാത്മ നിറവുള്ളവരാക്കി, ഈശോയുടെ ജീവൻ്റെ നിറവുള്ളവരാക്കി, ഈശോയുടെ നന്മയുടെ നിറവുള്ളവരാക്കി ഈശോയുടെ വചനം നമ്മെ മാറ്റുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവർ, നമ്മെ വിശുദ്ധീകരിക്കുന്നതാ ദൈവത്തിൻ്റെ വചനമെന്ന്. ഈ വചനം കൊണ്ട് ഈശോ നമ്മെ വിശുദ്ധീകരിക്കുന്നുവെന്ന് അതും പൗലോസ്ലീഹ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എഫെസൂസ് ലേഖനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. എഫെസൂസ് ലേഖനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. സ്നേഹമുള്ള സഹോദരങ്ങളെ, തൻ്റെ മൗതിക ശരീരമായ തൻ്റെ മണവാട്ടിയായ സഭയെ ഈശോ വിശുദ്ധീകരിക്കുന്നത് തൻ്റെ വചനം കൊണ്ടാണ് എന്ന് പൗലോസ് അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. ഈ വചനം ജലം പോലെയാണ് എന്ന് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയുടെ ശരീരത്തെയോ കഴുകുവാൻ ഉപയോഗിക്കുന്ന ജലം പോലെയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പൗലോസ് അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഈ വചനമാകുന്ന പരിശുദ്ധാത്മാവ് തന്നെയായ ദൈവത്തിൻ്റെ ആ ചൈതന്യം, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് വിശുദ്ധീകരിക്കുകയും നമ്മെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി നമ്മെ തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെ കറകളെയും ചുളിവുകളെയും മറ്റു കുറവുകളെയും ഈ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം കഴുകി വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണത്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് വചനമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. വിവേചിക്കുക. സ്നേഹമുള്ളവരെ, ഇവിടെ വിവേചിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് ദിയാക്രീസിസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ്. ദിയാക്രീസിസ് എന്ന ഈ ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത് ജീവിത വിശുദ്ധിയുടെ സമഗ്രതയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്, ജീവിത വിശുദ്ധിയുടെ പരമകാഷ്ഠയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വചനം, സജീവമായ വചനം, ഊർജ്ജസ്വലമായ വചനം, കർമ്മശേഷിയുള്ള വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, അത് ആ വ്യക്തിയുടെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിശുദ്ധീകരിക്കുമെന്ന് വെളിപ്പെടുത്തുകയും വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം അനുവദിക്കണം. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലെ തിന്മകളെയെല്ലാം അരിഞ്ഞു മാറ്റുകയും നന്മയെല്ലാം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടും, എന്നാലോ വസിക്കുന്നവനോ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി വെട്ടി ഒരുക്കപ്പെടുകയും ചെയ്യും. രണ്ടും ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ വചനം ഫലം പുറപ്പെടുവിക്കാത്തതിനെ മുറിച്ച മാറ്റും, ഫലം പുറപ്പെടുവിക്കുന്നതിന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി വെട്ടി ഒരുക്കുകയും ചെയ്യും. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മെ ഒരുക്കുന്നുവെന്ന് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം നമ്മെ സുഖപ്പെടുത്തുമെന്ന്,
സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേവലം ശാരീരികമായ രോഗമേഖലകളെ മാത്രമല്ല വചനം സുഖപ്പെടുത്തുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയും, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രോഗമായ പാപം, മനസ്സിലേറ്റ മുറിവുകൾ, ആത്മാവിലേറ്റ ക്ഷതങ്ങൾ പ്രവർത്തികളായി, പെരുമാറ്റങ്ങളായി, സ്വഭാവ സവിശേഷതകളായി മാറുന്ന പാപമേഖലകൾ, ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രോഗമായ പാപം സുഖപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയായ ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് മരുന്നായി, ലേപന ഔഷധമായി മാറുന്നുവെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും, നാം വചനം വായിക്കുവാൻ തയ്യാറാകുമ്പോൾ, വചനം ആവർത്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഈ വചനം നമ്മുടെ മനസ്സുകളെയും മനോഭാവങ്ങളെയും, നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും, നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും, നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ചോദനകളെയും ഒക്കെ സ്ഫുടം ചെയ്ത് വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി പക്വതയുള്ളവരാക്കി മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയും, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിൽ മധുരമായി മാറുമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം അയവറക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വചനം വായിക്കുക, വെറുതെ വായിക്കുകയല്ല, പ്രാർത്ഥനാപൂർവം ധ്യാനാത്മകമായി ആവർത്തിച്ച് വായിച്ച് അത് മനഃപ്പാഠമാക്കി, അതുരുവിട്ട് അത് പ്രാർത്ഥനാപൂർവം ധ്യാനാത്മകമായി അത് ഉപയോഗിക്കുമ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ വചനം ആ വ്യക്തിയുടെ അധരത്തിലും ഹൃദയത്തിലും തേൻ പോലെ മധുരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറ്റബോധവും നഷ്ടബോധവും നിരാശയും തൽഫലമായ കയ്പും കൊണ്ടുവരുന്നുവെങ്കിൽ, പാപം ഹൃദയത്തിലും മനസ്സിലും വാക്കിലും പെരുമാറ്റത്തിലും കയ്പ് കൊണ്ടുവരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം, വിശുദ്ധീകരിക്കുന്ന വചനം, സുഖപ്പെടുത്തുന്ന വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മധുരം കൊണ്ടുവരുമെന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വചനം മധുരമയായി മനസ്സിലും ആത്മാവിലും നിറയും. തേൻ്റെ മധുരം നൽകുന്ന അനുഭവമായി വചനം ഭക്ഷിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിലും അധരത്തിലും അത് മാറുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, ജെറമിയായുടെ പ്രവചനത്തിലൂടെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. വചനം അത് ജീവിതത്തിൻ്റെ സമഗ്രതയെ രൂപാന്തരപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. എന്നിട്ട് വചനം പറയുക ജെറമിയയുടെ പ്രവചനം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ, അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തിനൊക്കെയുള്ള വചനമാണ്? വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരിക. പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും നിഷേധാത്മകമായ 4 കാര്യങ്ങളാണ് പറയുന്നത്. പിഴുതെറിയുക,
എന്ന് പറഞ്ഞാൽ ഈശോ വിതച്ചതല്ലാത്ത വിത്തുകളെല്ലാം നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ കളയായിട്ട് മാറിയിട്ടുണ്ട്. ആ കളകളെല്ലാം പറിച്ചു കളയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ആദ്യം വിതക്കാരൻ്റെ ഉപമ വിശദീകരിച്ചതിന് ശേഷം ഈശോ കളകളുടെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാളുകൾ, കാവൽക്കാർ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് പോവുക. ഈ കള പറിച്ചു കളയപ്പെടേണ്ട കളയ. ഈ കള പറിച്ചു കളയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പിഴുതെറിയുവാൻ, അടുത്തത് ഇടിച്ചു തകർക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ പണിതുയർത്തപ്പെട്ടേക്കുന്നതെല്ലാം ഇടിച്ച് തകർക്കപ്പെടണം. ദൈവവചനത്തിൻ്റെ വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അല്ലാതെ പണിയപ്പെട്ടിരിക്കുന്ന നിൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളെല്ലാം തകർന്ന് വീഴുക തന്നെ ചെയ്യും, തകർക്കപ്പെടുക തന്നെ ചെയ്യും. ഇടിച്ച് തകർക്കണം, നശിപ്പിക്കണം, തകിടം മറിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ അല്ലാത്തത്, ദൈവവചനം അനുസരിച്ചല്ലാത്തത് എല്ലാം പിഴുതെറിയപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും തകിടം മറിക്കപ്പെടുകയും ഒക്കെ ചെയ്യപ്പെടുകയാണ്. അതിനുശേഷമാണ് വചനം എന്താ ചെയ്യുന്നത്? പണിതുയർത്തുവാനും നട്ടു വളർത്തുവാനും. സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുത്തപ്പെടേണ്ടതായ ജീവിത മേഖലകളെ ദൈവത്തിൻ്റെ വചനം തിരുത്തുന്നു എന്ന് മാത്രമല്ല, ഭാവാത്മകമായി അനിവാര്യമായിരിക്കുന്നതെല്ലാം കൊണ്ടുവരുന്നതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയായി കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധിയായി കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സൗഖ്യമായിട്ട് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവായിട്ട് കടന്നു വരികയാണ്. ഈ വചനം പരിശുദ്ധാത്മാവ് വഴി നമുക്കാവശ്യമായ എല്ലാ നന്മകളും കൊണ്ടുവരികയാണ്. അത് പ്രവാചകന്മാരിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ, സുവിശേഷകന്മാരിലൂടെ ഒക്കെ നൽകപ്പെട്ട വചനങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കാവശ്യമായ എല്ലാ നന്മകളും കൊണ്ടുവരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അത് പ്രവാചകന്മാരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും സുവിശേഷകന്മാരിലൂടെയും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ പ്രവാചകന്മാരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും സുവിശേഷകന്മാരിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വചനം അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിന് വ്യാഖ്യാനം എഴുതിയ വേദപാരംഗതനും വിശുദ്ധനുമായ വിശുദ്ധ അഗസ്തീനോസ് അതിൻ്റെ ആമുഖത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. സങ്കീർത്തകനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ മലമുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന്. അഗസ്തീനോസ് പറയുകയാണ്, ഞാൻ മലമുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി സഹായത്തിന് വേണ്ടി. ഈ മലയെന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരാകുന്ന മലകളാണ്. ഈ മലകളെന്ന് പറയുന്നത് അപ്പസ്തോലന്മാരാകുന്ന മലകളാണ്. ഈ മലകളെന്ന് പറയുന്നത് സുവിശേഷകന്മാരാകുന്ന മലകളാണ്. ഈ മലകൾ ഈ പ്രവാചകന്മാരിലേക്ക്, ഈ അപ്പസ്തോലന്മാരിലേക്ക്, ഈ സുവിശേഷകന്മാരിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുമ്പോൾ, എൻ്റെ ചെവി ഓർക്കുമ്പോൾ എനിക്ക് കാണുവാൻ സാധിക്കുന്ന വെളിപ്പെടുത്തൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തൽ, എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വചനം, അതിനെ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്ന, എന്നെ സഹായിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, എന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ ദൈവം കടന്നു വരുന്ന സമയങ്ങളാണ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്ന സമയമെന്ന് പറയുന്നത്. ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 23-ാമത്തെ വാക്യം, എൻ്റെ വചനം അഗ്നിയല്ലേ, പാറയെ തകർക്കുന്ന കൂടം പോലെയും. എൻ്റെ വചനം അഗ്നിയല്ലേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം അത് വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ വചനം അത് രൂപാന്തരപ്പെടുത്തുന്ന കൂടം പോലെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നാം നമ്മെ തന്നെ വെച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം അഗ്നിയായി നമ്മെ സ്ഫുടം ചെയ്യും. ദൈവത്തിൻ്റെ വചനം കൂടം പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തും. പരിപരുത്ത ജീവിത അവസ്ഥകൾ, മെരുക്കാത്ത നമ്മുടെ സ്വഭാവ സവിശേഷതകൾ ഈ ദൈവത്തിൻ്റെ വചനം വിശുദ്ധീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പാറ പോലെ ഉറച്ച അടിസ്ഥാനമാണ്.
നമ്മുടെ ജീവിതത്തിൻ്റെ ഉറച്ച അടിസ്ഥാനമെന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. വള്ളിയോ പുള്ളിയോ ലോകത്തിൻ്റെ അവസാനം വരെ മാറുവാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ വചനം. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈ ലോകത്തിന് നന്മകളെല്ലാം മാറി മറയുന്നതാണ്. ഈ ലോകത്തിന് നേട്ടങ്ങളെല്ലാം ക്ഷണികമ, നശ്വരമ. ഏറ്റവും വലിയ ആഗ്രഹം പോലെ ഞാൻ കൊണ്ടു നടന്ന് അധ്വാനിച്ച് സ്വന്തമാക്കിയ നന്മ അതുപോലും അല്പനേരത്തെ സന്തോഷമേ നമുക്ക് തരികയുള്ളൂ. അടുത്ത ആഗ്രഹം അങ്കുരിക്കുന്നത് വരെ, അടുത്ത ഇഷ്ടം ഉണ്ടാകുന്നത് വരെ, അടുത്ത ലക്ഷ്യം മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ മാത്രമേ ആ സന്തോഷം നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന, മാറ്റമില്ലാത്ത ദൈവവചനമാകുന്ന അടിത്തറമേൽ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികൾ ഞാൻ ക്രമീകരിക്കുന്നുവെങ്കിൽ സ്നേഹമുള്ളവരെ, നിലനിൽക്കുന്ന ആനന്ദത്തിൻ്റെ ഉടമകളായി നാം മാറുമെന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരികയാണ്. ഒരിക്കലും തകരാത്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുമെന്ന്, പാറ പോലെ ഉറച്ച അടിത്തറമേൽ നമ്മുടെ ജീവിതം ഉയർത്തപ്പെടുമെന്ന്. കാറ്റോ പേമാരിയോ കൊടുങ്കാറ്റോ എന്തൊക്കെ ആഞ്ഞടിച്ചാലും, ഏതെല്ലാം ജീവിതത്തിൻ്റെ വിപരീതമായ അനുഭവങ്ങളും സാഹചര്യങ്ങളും കടന്നു വന്നാലും നമ്മെ തകർക്കുവാൻ സാധിക്കാത്ത വിധം ഉറച്ചതായിരിക്കും നമ്മുടെ ജീവിതമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. പ്രലോഭനങ്ങളോ പാപസാഹചര്യങ്ങളോ പാപകരമായ പ്രവണതകളോ ഒന്നിനും നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല. ദൈവവചനമാകുന്ന പാറമേൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നാം കണ്ടെത്തി കഴിഞ്ഞാൽ, വചനം പങ്കുവെച്ചു തരുന്ന, വചനം പറഞ്ഞു തരുന്ന ഈശോയുടെ മൂല്യങ്ങളിൽ, ഈശോയുടെ സുവിശേഷത്തിലെ ഈശോയുടെ മൂല്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നാം കണ്ടെത്തി കഴിഞ്ഞാൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധീകരിക്കുന്ന, സുഖപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തിൻ്റെ സമഗ്രമായ നന്മ കൊണ്ടുവരുന്ന ഈ വചനം തന്നെയായ പരിശുദ്ധാത്മാവിനെ, വചനം തന്നെയായ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വചനം നമ്മുടെ പ്രാർത്ഥനയായി മാറുവാൻ നമുക്ക് അനുവദിക്കാം. വചനം ഭക്ഷിക്കുവാൻ, വെറുതെ ഭക്ഷിക്കുകയല്ല, ആവർത്തിച്ച് അയവിറക്കി വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറുവാൻ വചനമായ ഈശോയ്ക്ക്, വചനമാകുന്ന ആത്മാവിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം. നമുക്കൊരു വേള പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയും അങ്ങയുടെ വചനത്തിൻ്റെ മൂല്യവും മനസ്സിലാക്കുവാൻ ഈശോ അങ്ങ് പറഞ്ഞുവല്ലോ, വചനമോ വചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന്. കർത്താവെ, അവിടുത്തെ വചനം അറിയുവാൻ, ആ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, വിശുദ്ധിയാൽ നിറയുവാൻ, സൗഖ്യം കൊണ്ട് നിറയുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തെ ഗർഭം ധരിച്ച അമ്മേ, വചനത്തെ പ്രസവിച്ച അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കാലഘട്ടത്തിൽ വചനം ജീവിക്കുന്ന ജീവിതങ്ങളെ മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.